ഏവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഫൈൻഡിങ് ദ റൂട്ട് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫൈൻഡിങ് ദ റൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള SCERT പോർഷൻ, ഏത് SCERT ടെക്സ്റ്റിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. വിന്ധ്യപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗത്തിന്റെ പേര്. ക്വസ്റ്റ്യൻ എന്താണ്? വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏത്? മാൾവ പീഠഭൂമി, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, പൂർവഘട്ടം. 4 ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ SCERT ചാപ്റ്ററിൽ നിന്നാണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. നമുക്ക് എന്താണ് ഡെക്കാൻ പീഠഭൂമി എന്നൊന്ന് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സാത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഡെക്കാൻ പീഠഭൂമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയിലായി സാത്പുര പർവ്വതനിരത്തിന് തെക്കുള്ള വിശാലമായിട്ടുള്ള ഒരു പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. ശ്രദ്ധിച്ചോ. സാത്പുര പർവ്വതനിരം, മൈക്കല നിരകൾ, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ഓക്കെ, അപ്പോൾ സാത്പുര പർവ്വതനിരം, മൈക്കല നിരകള്, മഹാദിയോ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരാകുന്നു. ഓക്കെ, തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. അപ്പോൾ ഡെക്കാൻ എന്ന പേരുണ്ടായത് എങ്ങനെയാണ്? തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ ദശലക്ഷ വർഷക്കണക്കിന് ഉണ്ടായിട്ടുള്ള ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, നൈസ് എന്നീ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്താണ് ഡെക്കാൻ പീഠഭൂമി പറയുന്നത്? പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വതത്തിന് തെക്കുള്ള വിശാല പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. സത്പുര പർവ്വതനിരം, മൈക്കല നിരകള്, മഹാദിയോ കുന്നുകള് എന്നീ മലനിരകള് ഡെക്കാൻ പീഠഭൂമിയുടെ ഏതതിരാണ്? വടക്കേ അതിരാകുന്നു. ഇനി ഡെക്കാൻ എന്ന പേരുണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷിൺ എന്ന് പറയുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേര് വരുന്നത്. ദക്ഷിൺ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് എന്നാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡെക്കാൻ പീഠഭൂമി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദശലക്ഷ വർഷങ്ങൾക്ക് മുൻപ് ലാവ ഒഴുകിപ്പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ നൈസ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കാൻ പീഠഭൂമിക്ക് രൂപം നൽകുന്നത്. അടുത്ത് ശ്രദ്ധിച്ചോ. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് എന്തുണ്ട്? ബസാൾട്ട് എന്ന് പറയുന്ന ശിലയുണ്ട്. അതെന്ന് പറയുന്നത് ലാവാശിലകളാൽ നിർമ്മിതമാണ്. എന്ത്? ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ പറയുന്ന പേരാണ് എന്ത്? ഡെക്കാൻ ട്രാപ്പ്. അപ്പോൾ ഈ മേഖലയെ പറയുന്ന പേരെന്തെന്നാണ്? ഡെക്കാൻ ട്രാപ്പ് എന്നാണ്. അപ്പോൾ ഈ ഡെക്കാൻ ട്രാപ്പ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2025 നടന്ന ഒരു എക്സാമിന് എന്താണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡെക്കാൻ ട്രാപ്പ്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ത് ശിലകളാൽ? ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈ മേഖലയെ പറയുന്ന പേരാണ് എന്ത്? ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണാണ്. ഓക്കെ, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? അപക്ഷയം സംഭവിച്ചിട്ട് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഈ കാണുന്ന കറുത്ത മണ്ണാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് പറയുന്നത്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേര് ഇവിടെ പറയുന്നുണ്ട്. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന
ഫലപുഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. അപ്പം നമ്മളൊരു കാര്യം പഠിച്ചേ, കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേരെന്താണ്? റിഗർ മണ്ണ്. കറുത്ത മണ്ണിൻ്റെ മറ്റൊരു പേര് എന്തെന്നാണ്? റിഗർ മണ്ണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിന് ഫലപുഷ്ടി കൂടുതലാണ്, അതുപോലെ തന്നെ ജലസംഭരണ ശേഷിയുള്ള മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത്? റിഗർ മണ്ണ് എന്ന് പറയുന്നത്. പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമായതിനാൽ ഈ മണ്ണിന് കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. അപ്പോൾ ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് പരുത്തി കൃഷിക്കാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണ് എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ എന്തെന്നും പറയുന്നുണ്ട്? കറുത്ത പരുത്തി മണ്ണ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ റിഗർ മണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ പറയുന്നുണ്ട്? ഇതിൽ കുറേ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയുണ്ടടാ? ചുണ്ണാമ്പ് ഈ പറയുന്ന റിഗർ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഇരുമ്പുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്. ഈ പറയുന്ന എല്ലാ ധാതു ലവണങ്ങളും എന്തിൽ കാണുന്നുണ്ട്? ഈ പറയുന്ന റിഗർ മണ്ണിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ചാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബസാൾട്ട് എന്ന് പറയുന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഈ മേഖലയെ നമ്മൾ ഒരു പേര് പറഞ്ഞു വിളിച്ചു. എന്താണ്? ഡെക്കാൻ ട്രാപ്പ്. ഈ ഡെക്കാൻ ട്രാപ്പ് PSC ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ബസാൾട്ട് ശിലയ്ക്ക് എന്ത് സംഭവിക്കും? അപക്ഷയം സംഭവിക്കും. അപക്ഷയം സംഭവിച്ചിട്ട് ഒരു മണ്ണ് രൂപം കൊള്ളും, കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഇതിന് എന്താണ് റിഗർ മണ്ണ് അല്ലെങ്കിൽ ഈ കറുത്ത മണ്ണിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉയർന്ന ജലസംഭരണ ശേഷിയുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? ഫലപുഷ്ടിയും കൂടുതലാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരുത്തി കൃഷിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്ന മണ്ണായതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നു? കറുത്ത പരുത്തി മണ്ണ് എന്നും പറയുന്നു. ഇതിൽ ഒരുപാട് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലൂമിനിയം തുടങ്ങിയ ഒരുപാട് ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണാണ് റിഗർ മണ്ണ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? അപ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചത്? നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ SCERT ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്നുമാണ് നോക്കിയത്. 2022 നടന്ന എക്സാമാണ്. അപ്പോൾ 2022 SCERT ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ സെയിം കാര്യം ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ എന്താണ് സ്ക്രീൻഷോട്ടാണ്. കാരണം നമ്മളിപ്പോൾ പഠിക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തല്ലേ. അപ്പോൾ കണ്ടന്റ് രണ്ടും സെയിം ആണ്, പക്ഷേ വെച്ചേക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ആണെന്ന് മാത്രം. ഓക്കെ, ക്ലിയർ അല്ലേ? എടാ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുള്ള SCERT പോർഷൻ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്